ജർമ്മനിയുമായി ഉണ്ടായ നയതന്ത്ര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് ഏകദേശം 5000 അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി പെന്റഗൺ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധവും അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ തന്ത്രങ്ങളും സംബന്ധിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് നടത്തിയ വിമർശനപരമായ പരാമർശങ്ങളാണ് ഈ നീക്കത്തിന് കാരണമായത്. ഇറാനുമായി നടക്കുന്ന ചർച്ചകളിൽ അമേരിക്കയെ അപമാനിക്കുന്നുവെന്നും അമേരിക്ക സ്വീകരിക്കുന്ന പുറന്തള്ളൽ തന്ത്രം വ്യക്തമല്ലെന്നും മെർസ് അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് ഇരുവർക്കുമിടയിൽ വാക്കുതർക്കം ശക്തമായിരുന്നു. ഈ പ്രസ്താവനകൾ അനുചിതവും സഹായകരമല്ലാത്തതുമാണ് എന്ന നിലപാടാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സ്വീകരിച്ചത്. അടുത്ത 6 മുതൽ 12 മാസത്തിനുള്ളിൽ പിൻവലിക്കൽ പൂർത്തിയാക്കാനാണ് പദ്ധതിയിടുന്നത്. നിലവിൽ ജർമ്മനിയിൽ ഏകദേശം 35,000 അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക സാന്നിധ്യമാണ്. ഈ കുറവ് നടപ്പിലായാൽ യൂറോപ്പിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം 2022 മുമ്പുള്ള നിലയിലേക്ക് മടങ്ങുമെന്ന് വിലയിരുത്തപ്പെടുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ഈ സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ തീരുമാനം യൂറോപ്പിനെ സ്വന്തം സുരക്ഷയ്ക്കായി കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വലിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നീക്കം അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട്. ഇതിനകം തന്നെ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുമായി സൈനികവും നയതന്ത്രപരവുമായ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള സൈനികരെ പിൻവലിക്കൽ നാറ്റോ സഖ്യത്തിന്റെ ഏകോപനത്തെ ബാധിക്കാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ജർമ്മനി അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് താവളങ്ങളും വ്യോമപരിധിയും നൽകുന്നുണ്ടെന്നും തങ്ങളുടെ പിന്തുണ മതിയായതാണെന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ തീരുമാനം യൂറോപ്പിനോടുള്ള അമേരിക്കയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്.